ബാൻഗഡ് കോട്ട ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഫേമസ് ആയ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ബാൻഗഡ് കോട്ട. പക്ഷേ സൂര്യാസ്തമയത്തിന് മുമ്പോ ശേഷമോ ഇവിടേക്ക് ആർക്കും പ്രവേശനമില്ല. ഇതിന് പിന്നിൽ കുറച്ച് കഥകളുണ്ട്. രാജസ്ഥാനിലെ ആൽവർ ജില്ലയിലുള്ള ബാൻഗഡ് കോട്ട ഇന്ത്യയിലെ ഏറ്റവും പ്രേതബാധയുള്ള സ്ഥലങ്ങളിലൊന്നായാണ് അറിയപ്പെടുന്നത്. ഇതിന് പിന്നിൽ പറയപ്പെടുന്നത് രണ്ട് കഥകളാണ്. ഒന്ന്, ഒരു സന്യാസിയുടെ ശാപം മൂലം ഒറ്റ രാത്രി കൊണ്ട് നശിച്ചുപോയ നഗരമാണിതെന്നാണ് ഐതിഹ്യം. സന്യാസിയുടെ ശാപത്തെപ്പറ്റി പറയാനാണെങ്കിൽ, രാജാവായ ഭഗവത് ബാസ് ബാൻഗഡ് കോട്ട നിർമ്മിച്ചപ്പോൾ ഗുരു ബാലനാഥ് എന്ന സന്യാസിയുടെ അനുവാദം വാങ്ങിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിന് ചുറ്റും ഒരിക്കലും കൊട്ടാരത്തിൻ്റെ നിഴൽ വന്നു പതിക്കരുതെന്ന്. ആ വാക്ക് രാജാവ് പാലിച്ചിരുന്നു. എന്നാൽ പിന്നീട് വന്ന രാജാക്കന്മാർ, പ്രത്യേകിച്ച് അജയ് സിംഗിൻ്റെ ചെറുമകൻ, ഈ വാക്ക് ലംഘിച്ച് കോട്ടയുടെ ഉയരം കൂട്ടി. ഇതോടെ കോട്ടയുടെ നിഴൽ സന്യാസിയുടെ ആശ്രമത്തിന് മുകളിൽ പതിക്കുകയും കോപിച്ച സന്യാസി കോട്ട നശിക്കുമെന്ന് ശപിക്കുകയും ചെയ്തു. കോട്ടയുടെ ഉയരം കൂട്ടിയതിന് പിന്നാലെ കൊട്ടാരത്തിൻ്റെ നിഴൽ ആശ്രമത്തിന് മുകളിൽ വീണ അന്നു മുതൽ അനർത്ഥങ്ങൾ സംഭവിച്ചു തുടങ്ങി എന്നാണ് കഥ. അതോടെ ബാൻഗഡ് ശാപം വീണ മണ്ണായി മാറി എന്നാണ് ഗ്രാമവാസികൾ പറയുന്നത്. കൊട്ടാരത്തിൽ ദുർമരണങ്ങൾ പലതും സംഭവിച്ചു. ഗ്രാമത്തിലെ വീടുകളുടെ മേൽക്കൂരകൾ പൊളിഞ്ഞു വീഴാൻ തുടങ്ങി. AD 1573 പണി കഴിപ്പിച്ച കോട്ട 1720 വരെ അതിൻ്റെ ഏറ്റവും നല്ല രീതിയിലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. കോട്ടയ്ക്ക് ചുറ്റുമായി വലിയൊരു ഗ്രാമം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സംഭവത്തിന് ശേഷം അവിടെ നിന്ന് ജനങ്ങളെല്ലാം മാറി താമസിക്കാൻ തുടങ്ങി. പിന്നീടുള്ള കഥ സിന്ധ്യയുടെ കഥയാണ്. രത്നവതി രാജ്ഞിയെ വശീകരിക്കാൻ സിന്ധ്യ എന്ന താന്ത്രികൻ ശ്രമിച്ചതായും ഇതിനായി നൽകിയ മാന്ത്രിക എണ്ണ രാജ്ഞി ഒരു വലിയ പാറയിലേക്ക് എറിഞ്ഞപ്പോൾ അത് സിന്ധ്യയെ കൊന്നതായും പറയപ്പെടുന്നു. മരിക്കുന്നതിന് തൊട്ടു മുമ്പ് സിന്ധ്യ ഈ നഗരത്തെ ശപിച്ചു. ശേഷം അവിടുത്തെ എല്ലാവരും മരിച്ചു പോവുകയും പിന്നീട് അവർക്ക് പുനർജന്മം ഉണ്ടാവുകയും ഇല്ല എന്ന് പറയപ്പെടുകയും ചെയ്യുന്നു.